ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാനൊരു പ്രത്യേകം വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. പലരും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ വന്നിട്ട് ഭയങ്കരമായ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കും കുറച്ചൊക്കെ വീഡിയോ ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാനിപ്പോൾ ശൈത്യക്കുള്ള മറുപടിയുമായാണ് വന്നതെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കരുത്. ശൈത്യക്കുള്ള മറുപടി ഒന്നല്ല, ഞാൻ എന്തായാലും യൂട്യൂബിലൊക്കെ വന്നിരുന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ നല്ല സ്റ്റൈലിൽ വന്നിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് സംഭവം. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശൈത്യ ഒരു വീഡിയോ എൻ്റെ മുന്നിലോട്ട് വന്നത്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ തിരിച്ചു. ഇത് ശൈത്യക്കുള്ള മറുപടി ഒന്നല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കരുത്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ശൈത്യ ചിലപ്പോൾ നമുക്കിതിന് കേസൊക്കെ ഫയൽ ചെയ്തെന്ന് വരും. അതുകൊണ്ട് ശൈത്യക്കുള്ള മറുപടിയാണെന്നൊന്നും വിചാരിക്കരുത്. ഇത് നമ്മൾ തമ്മിലുള്ള ചെറിയൊരു കണക്ഷൻ, അതിൻ്റെ പുറത്തുള്ള ഒരു ചെറിയൊരു വീഡിയോ, കുഴപ്പമില്ലല്ലോ. അപ്പം എന്താണ് നമ്മുടെ ശൈത്യ ചേച്ചി കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞതെന്നറിയോ? ശൈത്യ ചേച്ചിനെ ഫേമസ് ആക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, എന്നിരുന്നാൽ പോലും അത് കണ്ട സമയത്ത് അതിൽ നമ്മളെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ശൈത്യ ചേച്ചി പറഞ്ഞതുകൊണ്ട് ശൈത്യ ചേച്ചിക്ക് ചെറുതായിട്ട് ഒന്ന് എന്താണ് പറഞ്ഞതെന്നുള്ളതിൻ്റെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണം തോന്നി. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR ദിനസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഞാൻ കയറിയതിനു ശേഷം 3-ാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ചു. അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതായത് ബിഗ് ബോസ് വീട്ടിലേക്ക് ശൈത്യ കയറിയതിനു ശേഷം 3-ാം ദിവസം എന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും 1.5 ലക്ഷം രൂപ വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് മറുപടി പറയേണ്ടത് വിനു സാറാണ്, പക്ഷെ അത് വിനു സാറ് കൊടുത്തോളായിരിക്കും. പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും അല്ല ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറി എന്ന് പറഞ്ഞതും ശൈത്യ, എന്നിട്ട് പറയുന്നു ഞാൻ അറിയാതെ എന്ന്. അപ്പൊ ബിഗ് ബോസ് വീടിനുള്ളില് ബാക്കിയുള്ള എല്ലാവരും അറിഞ്ഞിട്ടാണോ പൈസ കൊടുക്കുന്നത്? അല്ല, പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് ഇവർക്ക്. പുറത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പുറത്തിൻ്റെ നടക്കുന്നുണ്ട് എന്ന്. ശൈത്യക്ക് മാത്രമായിരുന്നു തോന്നുന്നു അറിയാതിരുന്നത്. അതുകൊണ്ടാണ് അറിയാതെ ശൈത്യ അറിയാതെ അച്ഛനമ്മയും പൈസ കൊടുത്തു പോയത് കേട്ടോ. ശൈത്യനെ അറിയിക്കാനായിട്ട് അവർക്ക് രണ്ടുപേർക്ക് സാധിച്ചില്ല, ബാക്കി എല്ലാവരും അറിയിക്കുന്നുണ്ടായിരുന്നു. ശൈത്യനെ മാത്രം ബിഗ് ബോസ് അറിയിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ശൈത്യ ഇത്രയും വിഷമത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞിട്ടില്ല, ബാക്കി കൂടി കേട്ട് നോക്കണേ. തരാന്ന് പറഞ്ഞ് PR പണി എടുക്കാന്ന് പറഞ്ഞിട്ട് ദിനസാറ് PN പണിയാണ് തന്നത്. പക്ഷേ ഈ റീ എൻട്രിക്ക് പോയ സമയത്ത് 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷം രൂപയുടെ പണി ഞാൻ ദിനസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. റീ എൻട്രിക്ക് പോയ സമയത്ത് കേക്കണം, റീ എൻട്രിക്ക് പോയ സമയത്ത് 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷത്തിന്റെ പണി എടുപ്പിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഈ റീ എൻട്രിക്ക് ഇവളുമാരൊക്കെ കയറിയ സമയത്ത് ഈ പറയുന്ന വിനു സാറിനെ പണിയെടുക്കേണ്ടി വന്നില്ല എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. കാരണം ഇവരെല്ലാവരും കൂടി നന്നായി പണിയെടുക്കുന്നതുകൊണ്ട് വിനുവിനെ കാര്യമായിട്ട് പണിയെടുക്കേണ്ടി വന്നില്ല, ഈ 15 ലക്ഷത്തിന്റെ പണി എടുക്കേണ്ടി വന്നില്ല എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് കേട്ടോ. അത്രയും നാളും വോട്ട് ചെയ്യാതിരുന്ന ഒരുപാട് പേരങ്ങ് കയറി വോട്ട് ചെയ്യായിരുന്നില്ലേ? അപ്പൊ പിന്നെ വിനുവിനെ കാര്യമായിട്ട് പണിയെടുക്കേണ്ടി വന്നില്ല എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ശൈത്യ പറയുന്നു 15 ലക്ഷത്തിന്റെ പണിയെടുത്തു എന്നുള്ളത് ശൈത്യ പറയുന്നുണ്ട്. അപ്പൊ ശൈത്യക്ക് വേണ്ടിയിട്ട് 15 ലക്ഷത്തിന്റെ, അപ്പൊ 1.5 ലക്ഷം വാങ്ങിയിട്ട് ശൈത്യക്ക് വേണ്ടിയിട്ട് 15 ലക്ഷത്തിന്റെ പണി വിനു എടുത്തു എന്നാണോ പറഞ്ഞു വരുന്നത് ശൈത്യ? അപ്പൊ പിന്നെ വിനു ചേട്ടൻ പാവണ്ട് കേട്ടോ. ശൈത്യക്ക് വേണ്ടിയിട്ട് 15 ലക്ഷത്തിന്റെ പണി എടുത്തിട്ടും ശൈത്യക്ക് അതിനുള്ളിൽ നിൽക്കാൻ പറ്റാതിരുന്നത് ഭയങ്കര മോശമായി പോയി. ശൈത്യ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കണ്ടേ എന്റെ ശൈത്യ? എന്നാലല്ലേ ഈ പാവം പിടിച്ച വിനു സാറിനെ ഈ 15 ലക്ഷത്തിന്റെ പണി എടുത്തിട്ടും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലല്ലേ അവിടെ നിർത്താനായിട്ട് പറ്റുമായിരുന്നുള്ളൂ. ഈ 1.5 ലക്ഷം വാങ്ങിയിട്ട് 15 ലക്ഷത്തിന്റെ പണി എടുത്തിട്ട്. പക്ഷെ അനുവിനെ സംബന്ധിച്ചിടത്തോളം എത്ര കാശ് കൊടുത്തു എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അനു പറയുന്നു 1 കൊടുത്തു, 50 കൊടുത്തു, വിനു പറയുന്നു 11,111 രൂപയാണെന്ന്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു വിനുവിനെ കാര്യമായിട്ടൊന്നും പണിയെടുക്കേണ്ടി വന്നില്ല. ഇപ്പൊ ശൈത്യം കൂട്ടരാണല്ലോ, അനുമോൾക്ക് കപ്പ് വാങ്ങിച്ചു തന്നെന്ന് ശൈത്യ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ വിനുവിനോട് പണിയെടുക്കേണ്ടി വന്നില്ലല്ലോ, ശൈത്യല്ലേ പണിയെടുത്തത്. അപ്പൊ ശൈത്യക്കല്ലേ ഞങ്ങളെല്ലാവരും താങ്ക്സ് പറയേണ്ടത്. അപ്പൊ ശൈത്യയെ ഒരു പ്രത്യേകം താങ്ക്സ് ഉണ്ട് കേട്ടോ. അനുമോൾക്ക് ആ കപ്പ് വാങ്ങിച്ചു കൊടുത്തതിനെ വിനുവിനെ പണിയെടുക്കാതെ പ്രേക്ഷകർ വോട്ട് കൊടുത്തു, വിനുവിനെ പണിയെടുക്കേണ്ടി വന്നില്ല, അതൊരു കാര്യം. പിന്നെ ശൈത്യമായിട്ടാണ് അനുമോൾക്ക് കപ്പ് വാങ്ങിച്ചു കൊടുത്തതെന്ന് ശൈത്യ തന്നെ സമ്മതിച്ചു. അക്കാര്യത്തിൽ ശൈത്യയോട് ഒരു പ്രത്യേകം താങ്ക്സ് നമ്മൾ അറിയിക്കുകയാണ് കേട്ടോ. തീർച്ചയായും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അയ്യോ, ഒരാളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി. ഇത്രയും റീച്ചും ഇത്രയും ഫേമസ് ആക്കി തന്നത്. അപ്പോ ആദ്യത്തെ തവണ പോയി വന്നപ്പോ ഇത്രയും റീച്ചും ഫേമസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സമ്മതിച്ചു. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടായിരുന്നല്ലേ ശൈത്യ ചേച്ചി അകത്ത് കയറിക്കൊണ്ട് ഇത്രയും റീച്ച് ഉണ്ടാക്കണം, ഇത്രയും ഫേമസ് ആവണം. അത് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല, ഫേമസ് ആവണം എന്നുള്ള ഒരു ഉദ്ദേശം ആയിരുന്നു തോന്നുന്നു ശൈത്യ ചേച്ചിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ശൈത്യ ചേച്ചിയുടെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ശൈത്യ ചേച്ചി വിചാരിച്ച കാര്യം ഇത്രയേ ഉള്ളൂ, ഫേമസ് ആവണം, റീച്ച് ആവണം. കട്ടപ്പ
എന്നുള്ള ഒരു വിളിയിലൊക്കെ റീച്ച് ആയത് ഇത്രയും റീച്ച് ആവാന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ റീച്ച് ആവാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്താൽ പോരെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ ശൈത്യ ചേച്ചി കയറി വന്നത്. അത് മാത്രമല്ല നമ്മുടെ മാരാരെ കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ ഒരു കാര്യം. എന്താണ്, മാക്രി കുട്ടിയാൽ വേണമെങ്കിൽ മാരാരി കുട്ടിയാൽ മാക്രി കരയുമായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ് കരയില്ലാന്ന്. അയ്യോ, അത് കേട്ടപ്പോഴാണ് എനിക്കൊരു കോമഡി ഓർമ്മ വന്നത്. ശൈത്യ സന്തോഷ് കരയണമെന്നുണ്ടെങ്കിൽ കട്ടപ്പ എന്ന് വിളിക്കണം, അവിടെയാണ് കരയുന്നത്. നമുക്കറിഞ്ഞൂടെ ബിഗ് ബോസ് വീടിനുള്ളിൽ ഇരുന്ന അനുമോളുടെ മുന്നിൽ ഇരുന്നിട്ട് പൊട്ടി 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 കരയുന്ന നമ്മുടെ അഡ്വക്കേറ്റ് ശൈത്യനെ നമ്മൾ എല്ലാവരും കണ്ടതല്ലേ. അപ്പൊ അതെന്ത് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടുകാരെ എത്ര വിഷമിക്കുന്നുണ്ടെന്നറിയോ, നീന്റെ ഒരു കട്ടപ്പ വിളി കാരണം എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി 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 കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശൈത്യയെ കണ്ടിട്ട് എനിക്കിങ്ങനെ കരച്ചിൽ അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ മാരാരെ ഇങ്ങനെ വടിയോണ്ടൊന്നും കൊട്ടരുത്, വിളിക്കേണ്ട പേര് തന്നെ വിളിച്ചാൽ മതി, അപ്പൊ ശൈത്യ കരയും. അപ്പൊ ശൈത്യനെ കരയിപ്പിക്കാനുള്ള ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ ഒരൊറ്റ പേര് വിളിച്ചാൽ മതി, ബാക്കി അടിച്ചിട്ടും പിടിച്ചിട്ടും എന്താ പറയുക ഫേമസ് ആക്കാൻ നോക്കിയിട്ടും ഒന്നും കാര്യമില്ല എന്നാണ് കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്റെ ശൈത്യ, പൊന്നു ശൈത്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ ശൈത്യ? സത്യത്തിൽ എനിക്ക് അങ്ങനെ ചോദിക്കാനാണ് കേട്ടോ തോന്നുന്നത്. ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നമില്ലേ എന്റെ ശൈത്യക്കുള്ളൂ. അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഇവിടെ അനുമോള് ജയിച്ചതിന് ശേഷം മെന്റലി ആകെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചെന്ന് തോന്നുന്നു. ശൈത്യക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഡോക്ടർ ബിന്നി ഡോക്ടറാണെന്നൊക്കെയാണ് പറച്ചില്ലേ, പക്ഷെ ലാലേട്ടൻ വന്ന് ചോദിച്ച സമയത്ത് പല ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലായിരുന്നു, ഉത്തരങ്ങൾ പറയാനിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പൊ പിന്നെ ഡോക്ടറാണെന്ന് അവിടെ പറയുന്നുണ്ട്, നമുക്കും ഡോക്ടർ ബിന്നി എന്ന് വിളിക്കാം. അപ്പൊ ഡോക്ടർ ബിന്നിയും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ശൈത്യയും ഒരുപാട് കണ്ടുപിടുത്തങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് വന്നിരുന്ന് പറഞ്ഞതാണ് എനിക്ക് ഇത്രയും ഫേമസ് ആക്കി തന്നു. അപ്പൊ കഴിഞ്ഞ തവണ എന്നെ ഫേമസ് ആക്കിയ കരച്ചിലും ഇത്തവണ ഫേമസ് ആക്കിയാൽ ഭയങ്കര സന്തോഷവും അറിയിച്ചുകൊണ്ടാണ് ശൈത്യ വീഡിയോ ചെയ്തത്. ഇപ്പോഴും ഇവളുമാരുടെ കരച്ചിൽ തീർന്നിട്ടില്ല. എന്തായാലും പൊട്ടിക്കരയൂ എന്നാണ് ഇവളുമാരോട് പറയാനുള്ളത്. അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരുന്നു മോങ്ങു മക്കളെ എന്ന് പറയേണ്ടി വരും. ഇവിടെ എന്താ പറയാ, പശു ചത്തു മൂരിലും പുളിയും പോയി ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇതും പറഞ്ഞുകൊണ്ട് വരാനായിട്ട് നാടല്ലേ വിറ്റകൾക്ക്. ഇനി അനുമോള് PR കൊടുത്താലെന്ത്, PR കൊടുത്തില്ലെങ്കിൽ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. അനുമോള് PR കൊടുത്തു എന്നുള്ളത് അനുമോള് തന്നെ സമ്മതിച്ച കാര്യമാണ്. നിങ്ങൾ ആരെങ്കിലും PR കൊടുത്തു എന്നുള്ളത് സംഭവിച്ചിട്ടുണ്ടോ? എന്റെ ശൈത്യ ഇപ്പോഴല്ലേ ശൈത്യ തന്നെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് റീ എൻട്രി നടത്തിയ സമയത്തല്ലേ ബിഗ് ബോസ് അവിടെ വെച്ചിട്ട് പറഞ്ഞത്, ബിഗ് ബോസ് ഷോയുടെ ഉള്ളിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അനുമോളുടെ അടുത്ത് എനിക്ക് ഇതുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. റീ എൻട്രി നടത്തിയ സമയത്തല്ലേ പറയുന്നത് ഞാൻ PR കൊടുത്തു, നിന്റെ PR തന്നെയായിരുന്നു എന്നുള്ളത്. അതുപോലെ ആ വീട്ടിലുള്ള ഒട്ടുമിക്ക പേർക്കും PR ഉണ്ടായിരുന്നു. എന്നിട്ട് ആരെങ്കിലും സമ്മതിച്ചായിരുന്നു എനിക്ക് PR ഉണ്ടെന്നുള്ളത്? അവിടെ തുറന്നു പറഞ്ഞ ഒരു ഏക ഒരാള് അനുമോളാണ് എനിക്ക് PR ഉണ്ടെന്നുള്ളത്. ഇനി PR OMR എന്ത് കുന്തെങ്കിലും ആവട്ടെ, അവിടെ ഉണ്ടെങ്കിൽ തന്നെ അവര് പറഞ്ഞിട്ടാണോ നമ്മളെ കൂട്ടിയത്? നിങ്ങളൊന്ന് പറ, അവര് പറഞ്ഞിട്ടാണോ നിങ്ങളെ കൂട്ടിയത്? അല്ലെങ്കിൽ അനുമോൾക്ക് ലക്ഷങ്ങളുടെ വോട്ട് കിട്ടിയെന്ന് പറയുന്നത്, ഈ ലക്ഷങ്ങളുടെ വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യണേ. അപ്പൊ അതാണ് എൻ്റെ ഒരു സംശയം. നമ്മുടെ വിനു ഉണ്ടല്ലോ, കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫോണും പിടിച്ചിരിക്കും, മാറി മാറി ഓരോരുത്തരെ ഫോൺ ചെയ്യും, നോട്ടീനെ ഇന്നോട്ടീനെ. അപ്പൊ കേരളത്തിലുള്ള ഒട്ടുമിക്ക ജനങ്ങൾക്കും PR വിനുവിന്റെ ഫോൺ കോൾ വന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാത്തുണ്ടെന്നുണ്ടെങ്കിൽ പിണങ്ങണം കേട്ടോ നിങ്ങൾ. കാരണം വിനുവിന്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് കിട്ടിയില്ല, വിനു നിങ്ങളെ വിളിച്ചില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പിണങ്ങേണ്ടതാണ്. കാരണം PR വിനു വാങ്ങിച്ചു കൊടുത്ത കപ്പാണ്, PR വിനു ആണ് ഇവർക്ക് വോട്ട് വാങ്ങിച്ചു കൊടുത്തത് അനുമോൾക്ക് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിനു സാറ്. അപ്പൊ വിനു സാറ് നമ്മളാരും വിളിച്ചില്ല വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്, അതിന്റെ പേരിൽ ഞാൻ എന്തായാലും പിണങ്ങി. അത് ഒരു കാര്യം, അനുവിന്റെ അടുത്തും വിനുവിന്റെ അടുത്തും ഞാൻ പിണക്കത്തിലാണ്. എന്നെ ആരും വിളിച്ചില്ല വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് നമ്മളാണെങ്കിൽ വോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ പിന്നെ പിണങ്ങണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളെ മുഴുവൻ ഫോൺ ചെയ്ത് അനുവിനെ വോട്ട് ചെയ്യണം അനുവിനെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വിനു എന്തുകൊണ്ട് നമ്മളെ വിളിച്ചില്ല? അതൊരു മോശപ്പെട്ട കാര്യമല്ലേ? അപ്പൊ ഇവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇത്ര കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. വിനു ഇവരൊക്കെ വിളിച്ചിട്ട് അനുവിന് മോൾക്ക് വോട്ട് ചെയ്യണേന്ന് ലക്ഷക്കണക്കിന് ആളുകളെ വിളിച്ചു കൂട്ടത്തിൽ ഇവരെയും വിളിച്ചു. നമ്മളെ കുറച്ച് പേരെയാണെന്ന് തോന്നുന്നു വിളിക്കാനായിട്ട് മറന്നു എന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കണം. അതാണ് ഇരുന്ന് കഴിഞ്ഞ ദിവസം ഇരുന്ന് മോങ്ങുന്നുണ്ടായിരുന്നു, ഇന്നും മോങ്ങുന്നു. ഇവളുമാർക്ക് ഒരു പണിയില്ലാണ്ടാവും. പിന്നെ നമ്മൾ ഇതിനിങ്ങനെയൊക്കെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് നമ്മളൊക്കെ മറുപടി കൊടുക്കുന്നത്? അവിടെ അനുമോള് തന്നെ പറഞ്ഞ കാര്യമാണ് PR കൊടുത്തു എന്നുള്ളത്. ഇനിയിപ്പോ എത്ര ലക്ഷത്തിന് കൊടുത്താലും എന്താണ് വിഷമം? എന്തിനാ നിങ്ങൾ ഇത്ര വിഷമിക്കുന്നത്? നിങ്ങളും കൊടുത്തു, അനുമോളും കൊടുത്തു. ഇപ്പൊ 50,000 കൊടുത്താലെന്ത്, 1 ലക്ഷത്തിന് കൊടുത്താലെന്ത്, 15 ലക്ഷത്തിന് കൊടുത്താലെന്ത്? കൊടുത്തത് തന്നെയാണ് എത്ര ലക്ഷത്തിന് കൊടുത്താലും. വിനു പറയുന്നുണ്ടായിരുന്നു 11,111, അനുമോള് പറയുന്നുണ്ടായിരുന്നു 1 ലക്ഷം. അപ്പൊ അവിടെ ഇവിടെ നിന്ന് അക്കാര്യത്തിൽ ഒരു മുട്ടലെത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ അവര് തമ്മിലുള്ള ഒരു സീക്രട്ടാണ് എത്ര ലക്ഷം കൊടുത്തു അല്ലെങ്കിൽ എത്ര കൊടുത്തു എത്ര കൊടുത്തില്ല എന്നുള്ളതൊക്കെ. ഇനിയിപ്പോ എത്ര കൊടുത്താലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു
യാതൊരു വിഷയമില്ല, PR കൊടുത്തു എന്നുള്ളത് അനു സമ്മതിക്കുകയും അനുമോളുടെ ഗെയിം കണ്ടിട്ടും ലാസ്റ്റ് ഇവളുമാര് വന്നിട്ടുള്ള ഇവരുടെ പ്രകടനം കണ്ടിട്ടുമാണ് നമ്മളൊക്കെ ഒരുപാട് വോട്ടുകൾ അനുമോൾക്ക് കൊടുത്തത്. അങ്ങനെ സാധാരണക്കാരായ ഒരുപാട് വീട്ടമ്മമാരുടെയും ജനങ്ങളുടെയും വോട്ട് കൊണ്ട് തന്നെയാണ് അനുമോൾ അവിടെ ജയിച്ചത്. അല്ലാതെ വീണ അവിടെ കുത്തിയിരുന്നിട്ട് ഇങ്ങനെ സീല് കുത്തായിരുന്നല്ലോ, വോട്ട് ഇങ്ങനെ സീല് കുത്തി ഇങ്ങനെ ബിഗ് ബോസിന് അയച്ചു കൊടുക്കായിരുന്നു. അപ്പൊ ബിഗ് ബോസ് ഇതൊക്കെ കൗണ്ട് ചെയ്തിട്ടാണ് അനുമോൾ അങ്ങ് ജയിപ്പിച്ചതാണെന്ന് തോന്നുന്നു ഇവരൊക്കെ വിചാരിക്കുന്നത്. എന്തിനാ ഇങ്ങനെ ഇരുന്ന് മൂങ്ങുന്നത്? എവിടേക്കാണ് നിങ്ങൾ ഈ തെളിവ് കൊണ്ടുവരുന്നത്? അനുമോള് PR ഇല്ലാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അനുമോൾക്ക് PR ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എന്തിനാ എവിടുന്നാണ് ഈ തെളിവുകൾ കൊണ്ടുവരുന്നത്? അത് അനുമോള് തുടക്കം തന്നെ സമ്മതിച്ച കാര്യമാണ്, എനിക്ക് PR ഉണ്ട് എന്നുള്ള കാര്യം. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട പ്രേക്ഷകർ മനസ്സിലാക്കാനായിട്ട്. ഇനിയിപ്പോ ആർക്കൊക്കെ PR ഉണ്ടെങ്കിലും ആർക്കൊക്കെ PR ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് തരുന്നതിനനുസരിച്ചാണ് നമ്മൾ അവിടെ റിവ്യൂ ചെയ്യുന്നതാണെങ്കിലും പറയുന്നതാണെന്നുണ്ടെങ്കിലും വോട്ട് ചെയ്യുന്നതാണെങ്കിലും ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നതാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടന്റിന്റെ ബേസിസിൽ തന്നെയാണ്. ഇപ്പൊ ലാസ്റ്റ് അവിടെ ലാസ്റ്റ് ടോപ്പ് 5 വന്ന മത്സരാർത്ഥികൾ ഞാൻ പറയും എല്ലാവരും അതിന് യോഗ്യരാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അർഹരായ മത്സരാർത്ഥികളായിരുന്നു ടോപ്പ് 5 വരാനായിട്ട്. പക്ഷെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥാനങ്ങൾ മാറിപ്പോയി എന്നുള്ളത് മാത്രമാണ് അവിടെ വരുന്ന വ്യത്യാസം. ഇപ്പോ അനീഷിന്റെ വിഷയം പറയുകയാണെന്നുള്ള അനീഷ് നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. പക്ഷെ എനിക്ക് അനീഷിന്റെ പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമല്ല, തീർച്ചയായും എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസം അനീഷിനവിടെ എന്താ പറയാ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു എല്ലാവരും കൂടിയിട്ട് എന്താ കുന്തം. അപ്പൊ അതൊക്കെ കൊടുത്ത സമയത്ത് അവിടെ അലറൽ വീരനായിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ ഉറങ്ങും, എന്താണ് കണ്ണടച്ച് കിടക്കുന്നത് കണ്ടു. പിന്നെ എന്താണ് പാത്രം കഴുകിടാന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനീഷിനെയൊക്കെ കണ്ട സമയത്ത് എനിക്ക് എന്തോന്ന് ഇതെന്ന് തോന്നിപ്പോയി. അപ്പോ ജനങ്ങൾ പറഞ്ഞിട്ടായിരിക്കാം, പക്ഷെ എന്തോന്ന് ഇത് നോർമലായിട്ട് വീടിനകത്ത് സംസാരിച്ച കാര്യം ഇവിടെ വന്നിരുന്ന് വീണ്ടും 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 ഇരുന്ന് വിളമ്പുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നും തോന്നിയില്ല. അപ്പൊ ഇതൊക്കെയുള്ള കാട്ടായങ്ങളും ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന അനീഷ് അതുകൊണ്ട് വിൻ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പല കാര്യങ്ങളിലും എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റത്തെ ഇവരുടെയൊക്കെ പ്രകടനം കൊണ്ടാണ് ഞാൻ അനുമോൾ വിജയിക്കണം അനുമോൾ കാണാതെ യോഗ്യത എന്ന് തറപ്പിച്ച് പറയാനുള്ള കാരണം അതായിരുന്നു. അവിടെ അത്രയും പ്രതിസന്ധികൾ തരണം ചെയ്ത മറ്റൊരു മത്സരാർത്ഥി ഉണ്ടായിരുന്നില്ല. നിങ്ങളാണ് അനുമോൾക്ക് ഇത്രയധികം പ്രതിസന്ധികൾ കൊടുത്തതും. നിങ്ങൾ അവിടെ മാന്യമായിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും വരായിരുന്നില്ല. അനുമോൾ ചിലപ്പോൾ ജയിക്കില്ല, ആ കപ്പ് ചിലപ്പോൾ അനീഷോ ഷാനവാസോ ആരെങ്കിലും കൊണ്ടുപോയേനെ. നിങ്ങൾ അനുമോൾക്കേ കപ്പ് എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തിട്ട് പിന്നെ ഇരുന്നൊരു PR എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് മൂങ്ങിയിട്ട് വല്ല കാര്യമുണ്ടല്ലോ മക്കളെ? ഒരു കാര്യമില്ല. ഇനിയിരുന്ന് മൂങ്ങിയിട്ട് മോങ്ങല് അവിടെ നടത്താന്നേ ഇനിയുള്ളൂ. ഈ പറയുന്ന ശൈത്യനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാട്ടോ, ഇതൊന്ന് കണ്ടു നോക്ക്. Congratulations, Sheena and Shaitya. മൊമെന്റ് വേണ്ട. ഓക്കെ, ഒരു TV പ്രോഗ്രാമിൽ പോയിട്ട് വിന്നർ ആകാത്തത് കൊണ്ട് മാത്രം സമ്മാനം നിരസിച്ച വ്യക്തി. അതായത് അമ്മയും മോളും പോയിട്ട് ഒരു TV പ്രോഗ്രാമിൽ റിയാലിറ്റി ഷോയിൽ പോയി പങ്കെടുത്ത് അവിടെ 5ാം സ്ഥാനമാണ് കിട്ടിയത്. ഈ 5ാം സ്ഥാനം കിട്ടിയ ഒരു ഒറ്റ കാരണം കൊണ്ട് ശ്വേതജി നീട്ടിയ ആ പ്രൈസ് വാങ്ങാതെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് 1ാം സമ്മാനാണെങ്കിൽ മതി എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന ഈ മുതലുകളാണ് പറയുന്നത് ഇവിടെ വന്നിരുന്ന് മൂങ്ങുന്നത്. ഇവിടെ സ്വാസികയും അന്ന് പ്രോഗ്രാം നടത്തിയിരുന്ന സ്വാസിക, ആങ്കറായിരുന്ന സ്വാസിക പറഞ്ഞതുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും കിട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് പറയുന്ന ഒരു അമ്മയും മോളും. അപ്പൊ ഇത് മുമ്പേ ഉള്ള ഒരു സംഭവമാണ്, ഇപ്പൊ പുതിയതായിട്ട് വന്നൊരു കാര്യമൊന്നുമല്ല കേട്ടോ, മുമ്പേ ഉള്ളതാണ്. ആ പ്രോഗ്രാമില് ഇവിടെ കഴിഞ്ഞിട്ട് ഇതൊക്കെ സ്വീകരിക്കാതെ വന്നിട്ട് പിന്നെ കുറച്ച് ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഇന്റർവ്യൂ ഈ അമ്മയും മോളിൽ നിന്ന് പറയുന്ന കാരണം എന്താണെന്നറിയോ? ഞങ്ങളുടെ കയ്യിൽ കാശില്ല, ഞങ്ങൾ ഇത്രയും പൈസ മുടക്കി ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് പിന്നെ ഞങ്ങൾക്ക് 5ാം സ്ഥാനം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാ സമ്മതിക്കാന്ന്? ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയുക? നിങ്ങൾ തന്നെ പറയാം, ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയുക? അപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് വേണം എന്ന് വാശി പിടിക്കുന്ന ആളാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ബിഗ് ബോസിൽ വന്നപ്പോഴും ഇവിടെ പൈസ കൊടുത്തിട്ട് സ്ഥാനം പിടിച്ചു പറ്റാനായിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. പൈസ നിന്നില്ല എന്നുള്ളതുകൊണ്ട് മോളവിടെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് മോൾക്ക് പുറത്തിറങ്ങേണ്ടി വന്നു. എന്നിട്ട് പുറത്തിറങ്ങിയിട്ടും ആ തോൽവി അംഗീകരിക്കാൻ കഴിയാതെ, അതായത് സ്വന്തം കൂട്ടുകാരി വിജയിക്കുന്നത് കാണാൻ സഹിക്കാൻ വയ്യാതെ, അയ്യോ ഇതുപോലെ കണ്ണുകടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൽ ഉള്ളവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും, അമ്മയും മോളും ഈ ടൈപ്പ് ആണ് എന്നുള്ളത്. അപ്പൊ ഇത് പുത്തരിയല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലും തോറ്റു എന്ന് വിശ്വസിക്കാൻ അല്ലെങ്കിൽ തോൽവി സമ്മതിക്കാനായിട്ട് തയ്യാറാവാത്ത ഒരു കക്ഷിയാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് ശൈത്യ എന്ന് പറയുന്ന ഈ ശൈത്യ. കൂടുതൽ പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഈ ശൈത്യ. അപ്പോൾ ഈ ശൈത്യയുടെ പ്രശ്നം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്ല, എന്തായാലും ഉടായ്പ ഇപ്പൊ മുമ്പേ ഉള്ളതാണ് കേട്ടോ. ഈ പ്രോഗ്രാമിൽ തന്നെ ഇവിടെ അനുമോളെ കളിയാക്കുന്നുണ്ട്, മിണ്ടിയാ കറിയും, അത് പറഞ്ഞാൽ കറിയും, ഇത് പറഞ്ഞാൽ കറിയും എന്ന് പറഞ്ഞിട്ട് മോങ്ങല് കരച്ചിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളെ നമ്മള് ഡയറക്ടറോട് പറയണ്ടേ? അതെന്താ ചേട്ടൻ ആരും ചോദിക്കാത്ത? ശൈത്യ
കുട്ടി എങ്ങനെയുണ്ട്? ഈ പ്രോഗ്രാമിൽ തന്നെ ശ്വേത അവിടെ സംസാരിക്കുന്ന സമയത്ത് തിരിഞ്ഞു നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശൈത്യം നിന്നിട്ട് അവിടെ അത് നെഗറ്റീവ് പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് ചെയ്തത് മോശമായി പോയി, നന്നായില്ല എന്നവിടെ ശ്വേത പറയുന്ന സമയത്ത് അത് അംഗീകരിക്കാൻ കഴിയാതെ നിന്ന് കരയുന്ന ശൈത്യാണിത്. അതിന്റെ അപ്പുറത്തൊരു നാടകം നടക്കുന്നുണ്ട്, അമ്മ അവിടെ തലകറങ്ങി വീഴുന്ന മറ്റൊരു നാടകമുണ്ട്. അപ്പൊ മൊത്തത്തിൽ നാടക ഫാമിലി ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നിട്ടാണ് ഇവിടെ വന്നിരുന്ന അനുമോളെ കുറ്റം പറയുന്നത്. അനുമോള് പറയുന്നത് എങ്കിൽ പറയാനായിട്ട് യോഗ്യത ഉള്ളവരാണ് പറയുന്നത് എന്തെങ്കിൽ നമുക്കത് സമ്മതിച്ചു കൊടുക്കാം. ഇത് എന്തിനും യോഗ്യത വേണ്ടേ ഇവർക്കൊക്കെ ഈ വിളിച്ച് പറയുന്നവർക്ക്? ഇവിടെ ഗെയിം കളിക്കുകയില്ല എന്നിട്ട് കളിച്ചവരിട്ട് കുറ്റം പറയുകയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്താ പറയാ? തന്റെ തോൽവി ഒരു ജന്മത്തെ സമ്മതിക്കില്ല. അനുമോള് PR ആണ്ടാണ് ജയിച്ചതെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. എന്ത് വരുത്തി തീർത്താലും PR അല്ലല്ലോ ഈ ലക്ഷങ്ങളിലെ വോട്ട് ചെയ്തത്, ഈ കാണുന്ന പ്രേക്ഷകരല്ലേ വോട്ട് ചെയ്തത്. PR നേറിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും? കുറെ അനുമോളെ വെളുപ്പിച്ചെടുക്കാനോ അല്ലെങ്കിൽ അനുമോൾക്ക് വേണ്ടി പോസ്റ്റ് ഇടാനോ സാധിക്കും. ഇതിൽ കൂടുതൽ PR എന്ത് സാധിക്കുന്ന പറയുന്നത്? ഈ ജനങ്ങളുടെ മുഴുവൻ വോട്ട് ഈ പറയുന്ന PR ആണോ നേടിക്കൊടുത്തത്? അങ്ങനെ ആ PR സാധിക്കുന്നുണ്ടെങ്കിൽ എത്രയോ അനുമോൾക്ക് അവിടെ ഇത്രയും വോട്ട് കിട്ടിയത് അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് തന്നെ അനുമോൾക്ക് ഹേറ്റേഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇതുപോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. എന്താ വെച്ചാൽ അനുമോളെ ഹേറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇത്രയും ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ PR നടത്തുന്ന ആൾക്കാർക്ക് ഈ ഹേറ്റേഴ്സിനെ അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നില്ല? ഒരു PR കൊണ്ട് എന്ത് സാധിക്കുന്നതാണല്ലോ നിങ്ങൾ പറയുന്നത്. PR കൊണ്ടാണ് ജയിച്ചതെന്നാണല്ലോ പറയുന്നത്. എങ്കിൽ പിന്നെ ഈ PR-നെ എന്തുകൊണ്ട് അതിന് സാധിക്കുന്നില്ല? ഈ ഹേറ്റേഴ്സിന്റെ കൂടി ഇഷ്ടം പിടിച്ചു പറ്റാനും വോട്ട് പിടിച്ചു പറ്റാനും എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അപ്പൊ PR-നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. അപ്പൊ അത് തന്നെയല്ലേ PR-നെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ പ്രേക്ഷകർ കണ്ടു തന്നെയാണ് അവിടെ വിധി നിർണയം നടത്തുന്നത്. അവിടെ എന്താണ് അനുമോൾ കൊടുത്ത കണ്ടന്റ് എന്നുള്ളത് കാണുന്ന പ്രേക്ഷകർക്ക് നല്ല ധാരണയുണ്ട്. ഇപ്പൊ മോശമായിരിക്കാം, ചീത്തയായിരിക്കാം, ഒക്കെ ഉണ്ടായിരിക്കാം. അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയോട് തന്നിട്ടുള്ള കണ്ടന്റ് ഒന്നും നല്ലതാണ് അല്ലെങ്കിൽ എല്ലാം പോസിറ്റീവാണ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ തന്നിട്ടുണ്ട്. ഈ ബിഗ് ബോസ് സീസൺ 7-ല് ഏറ്റവും കൂടുതൽ കണ്ടന്റ് എന്തിനു പറയുന്നത്? ഏഷ്യനെറ്റിന്റെ വീഡിയോയിൽ പോലും അവർ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏഷ്യനെറ്റ് ന്യൂസ് ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പോലും അവർ പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ 80% കണ്ടന്റ് തന്ന മത്സരാർത്ഥിയാണ് അനുമോൾ എന്നാണ്. ബാക്കി 20% കണ്ടന്റ് അപ്പൊ ബാക്കിയുള്ളവർ തന്നിട്ടുള്ളൂ എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പൊ അതുപോലെ ഒരു മത്സരാർത്ഥി അവിടെ വിജയിച്ചേനെ. ഇതുപോലെ കണ്ണ് കടിച്ചിട്ട് വല്ല കാര്യമുണ്ടല്ലോ മക്കളെ. കണ്ണ് കടിക്കും കുശുമ്പിനും മരുന്നില്ല മൊട്ടത്തിലേക്കും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇക്കാര്യത്തിൽ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ലാന്ന് എനിക്കറിയാം. ഞാനിത് ആ ശൈത്യക്കുള്ള മറുപടി ആയിട്ട് ചെയ്ത വീഡിയോ ഒന്നല്ല. പിന്നെ നമ്മുടെ ബിന്നിമോൾ ഇരുന്ന് കരയുന്നതും കണ്ടു. എല്ലാവരും ഇരുന്ന് കരയുന്ന കണ്ട സമയത്ത് എന്തെങ്കിലും ചുമ്മാ ഒന്ന് വന്ന് പറയാന്ന് വിചാരിച്ചു വന്ന് പറഞ്ഞതാണ്. കാരണം ഇവരൊക്കെ എന്തായാലും ഇങ്ങനെ വന്നിരുന്നു സുന്ദരികളായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കും വന്നിരുന്ന് ചെയ്യേണ്ടത്. നമ്മൾ പിന്നെ സുന്ദരി ഒന്നല്ലെങ്കിൽ പോലും നമുക്കൊന്ന് വീഡിയോ ചെയ്യാൻ തോന്നില്ല. അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇവളുമാർക്കുള്ള മറുപടിയാണെന്ന് ഒന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. ഇനിയിപ്പോൾ നിങ്ങളെ കുറ്റം പറഞ്ഞു ഞാനെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇതിലൊന്നും ഉദ്ദേശിച്ചില്ല. ഇവിടെ നിങ്ങൾ എന്തോ വീഡിയോ ചെയ്തു, ഞാൻ എന്തോ വീഡിയോ ചെയ്തു, അത്രയേ ഉള്ളൂ.